എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. നമുക്കിന്ന് ധ്രുവചരിതം എന്ന 17-ാം ദശകത്തിലെ 10-ാമത്തെയും 11-ാമത്തെയും ശ്ലോകം നോക്കാം. 10-ാമത്തെ ശ്ലോകത്തിൽ ധ്രുവൻ്റെ സഹോദര സ്നേഹവും ആ ഉറച്ച ഭഗവത് ഭക്തിയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ 10-ാമത്തെ ശ്ലോകത്തിൽ ഒരു യക്ഷൻ വരുന്നതും യുദ്ധം ചെയ്യുന്ന ആ ഉത്തമനെ ഒരു യക്ഷൻ വധിക്കുന്നതും ധ്രുവൻ അതിന് പകരം ചോദിക്കാനായിട്ട് ചെന്ന് യുദ്ധം ചെയ്യുന്നതുമാണ്. അതായത് ഇത് ഭാഗവതത്തിലെ 4-ാം സ്കന്ധം, അതായത് ചതുർത്ഥ സ്കന്ധം 11-ാം അധ്യായത്തിൽ 8 മുതൽ 12 വരെ ശ്ലോകങ്ങളിൽ പറഞ്ഞിരിക്കുന്നതാണ്. ധ്രുവൻ ഇങ്ങനെ ആ യക്ഷനോട് പകരം ചോദിക്കാൻ ചെല്ലുകയാണ് ഉത്തമനെ വധിച്ചതുകൊണ്ട്. അത് ഭയങ്കര യുദ്ധം നടക്കുക യക്ഷന്മാരുമായിട്ട്. യക്ഷന്മാർക്ക് മായാവിദ്യകളൊക്കെ അറിയാം. അവരിങ്ങനെ കാർമേഘങ്ങളും മലമൂത്രം രക്തം ഇതൊക്കെ മഴ പെയ്യ്ക്കുന്നത് പോലെ പെയ്യിക്കുകയാണ്. കാർമേഘങ്ങൾ വരുന്നത് പോലെ വരുന്നു യുദ്ധത്തിനിടയ്ക്ക്. അങ്ങനെ പല മായാവിദ്യകളും കാണിച്ച് യുദ്ധം അതിഘോരമായിട്ട് നടക്കുമ്പോൾ ആ സ്വയംഭൂവ മനു, അതായത് നമ്മുടെ ധ്രുവകുമാരൻ്റെ മുത്തച്ഛൻ വന്ന് ഋഷിമാരോടുകൂടി അവിടെ വന്ന് ഇങ്ങനെ പറയുകയാണ് മോനോട്, മകനെ, നിരപരാധികളായ ഈ യക്ഷന്മാരെ കൊല്ലുന്നത് വഴി നീ കുലോചിതമല്ലാത്ത കർമ്മമാണ്, നമ്മുടെ വംശത്തിന് നിരക്കാത്ത പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ആ ഒരാൾ ചെയ്ത തെറ്റിന്, അതായത് ഒരു യക്ഷൻ ഉത്തമനെ വധിച്ചു എന്ന തെറ്റിന് പകരം ചോദിക്കാനാണോ നീ നിരപരാധികളായ അനേകായിരം യക്ഷന്മാരെ നീ കൊന്നൊടുക്കുന്നത്? ഇത്തരം പ്രവൃത്തികൾ നമുക്ക് ചേർന്നതല്ല. ആ ശരീരമാണ് ഞാൻ എന്ന് കരുതിയിരിക്കുന്ന അഹങ്കാരികളായ മൂഢന്മാർ ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ. അല്ലാതെ ഭഗവത് ഭക്തന്മാർക്ക് ഒരിക്കലും യോജിച്ച പ്രവൃത്തിയല്ല ഇത്. കൊടും തപസ്സനുഷ്ഠിച്ച് ആ വിഷ്ണുവിനെ പ്രസാദിപ്പിച്ച വിഷ്ണു ഭക്തനായ നിനക്ക് എങ്ങനെ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു മഹാപാപം ചെയ്യാൻ കഴിയുന്നു? അതുകൊണ്ട് ഈ സഹോദരനെ കൊന്നവരെന്ന് കരുതി നീ വധിക്കുന്നത് മഹേശ്വരൻ്റെ മിത്രമായ കുബേരനെ, അതായത് വൈശ്രവണനെ അപമാനിക്കലാണ്. വൈശ്രവണനായിരുന്നു അന്ന് യക്ഷന്മാരുടെ രാജാവ്. ഞാനത് ഈ രാമായണ കഥയിൽ പറഞ്ഞിട്ടുണ്ട്. ലങ്കയിൽ കുബേരൻ്റെ കാര്യം ആ കഥ വിവരിച്ചിട്ടുണ്ട് രാമായണ കഥയിൽ. അത് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാകും. അപ്പോൾ വീണ്ടും ഈ മനു തുടരുകയാണ്, നമ്മുടെ കുലം കുബേരൻ്റെ കോപത്തിന് ഇരയാകുന്നതിന് മുമ്പായിട്ട് നീ അദ്ദേഹത്തെ പ്രസാദിപ്പിക്കുക. ഇങ്ങനെ ഉപദേശിച്ചിട്ട് മനു ഈ ഋഷിമാരോടുകൂടി തൻ്റെ ഗ്രഹത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ്. അവിടെ ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ 10-ാം ശ്ലോകത്തിലേക്ക് വരാം. അതാണ് ഇത് സന്ദർഭമായിട്ട് വരുന്നത്. യക്ഷേണ ദേവനിഹതേ പുനരുത്തമേസ്മിൻ യക്ഷൈ സനിയുദ്ധനിരതോ വിരതോ മനോക്ത്യ ശാന്ത്യാ പ്രസന്നഹൃദയാദ്ധനദാദുപേതാദ് ത്വദ്ഭക്തിമേവ സുദൃഢാമവൃണോന്മഹാത്മാ യക്ഷേണ ദേവനിഹതേ പുനരുത്തമേസ്മിൻ യക്ഷൈ സയുദ്ധനിരതോ വിരതോ മനോക്ത്യ ശാന്ത്യാ പ്രസന്നഹൃദയാദ്ധനദാദുപേതാദ് ത്വദ്ഭക്തിമേവ സുദൃഢാം അവൃണോന്മഹാത്മാ. ഹേ ദേവ, പുനഃ അസ്മിൻ ഉത്തമേ യക്ഷേണ നിഹതേ സഹ യക്ഷൈഃ യുദ്ധനിരതഃ മനൂക്ത്യാ വിരതഃ ശാന്ത്യാ പ്രസന്നഹൃദയാത് ഉപേതാത് ധനദാത് മഹാത്മാ സുദൃഢാം ത്വദ്ഭക്തിം ഏവ ആവൃണോത്. ഇവിടെ ഹേ ദേവ എന്ന് വിളിച്ചിരിക്കുകയാണ്. അല്ലയോ ഭഗവാനെ. ഇവിടെ ഈ ഭഗവാൻ ഗുരുവായൂരപ്പനോട് പറയുകയാണ്. ഇത് 17-ാമത്തെ ദശകമാണ്. 17-ാം ദിവസം മേൽപ്പത്തൂർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭഗവാനോട് വിളിച്ച് പറയുകയാണ്, അല്ലയോ ഭഗവാനെ, പിന്നെ ഒരിക്കൽ ഈ ഉത്തമനെ ഒരു യക്ഷൻ സംഹരിച്ചപ്പോൾ എഴുതിക്കൊണ്ടിങ്ങനെ പറയുകയാണ്, ആ ധ്രുവൻ യക്ഷന്മാരുമായിട്ട് യുദ്ധത്തിന് ഏർപ്പെടുകയും മനുവിൻ്റെ വാക്ക് ഹേതുവായിട്ട് മനൂക്ത്യാവിരതഃ, മനുവിൻ്റെ ഉക്തിയാൽ എന്ന് പറഞ്ഞാൽ മനുവിൻ്റെ വാക്കുകൊണ്ട്, അത് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് വിരതഃ, യുദ്ധത്തിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു. അതായത് യുദ്ധം ഉപേക്ഷിക്കുകയും ചെയ്തു. ശാന്ത്യാ പ്രസന്നഹൃദയാത്, അത് ശാന്തനായിട്ട് പ്രസന്നനായിട്ട്, അതായത് വൈശ്രവണൻ ഇത് കണ്ട് വളരെയധികം പ്രസന്നനായി എന്നർത്ഥം. ആ ധ്രുവൻ്റെ ക്ഷമാശീലം, ആ ഗുണം, ശമഗുണം കണ്ടിട്ട്, അതായത് പിതാമഹൻ്റെ വാക്ക് കേട്ട് യുദ്ധം, അതുവരെ നല്ല കഠിനമായ ഘോരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. യക്ഷന്മാരെയൊക്കെ വളരെയധികം യക്ഷന്മാരെ വധിച്ചു. ഒറ്റയ്ക്ക് നിന്നാണ് പൊരുതിക്കൊണ്ടിരുന്നത്. ഭാഗവതത്തിൽ വളരെ വിശദമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട് യുദ്ധമൊക്കെ, ധ്രുവൻ്റെ ആ യുദ്ധ കൗശലങ്ങളൊക്കെ. അപ്പോൾ ആ ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്ന ആ ധ്രുവകുമാരനിൽ യക്ഷന്മാർക്ക് പോലും ആ അഭിമാനം തോന്നിയെന്നാണ് അതിലെഴുതിയിരിക്കുന്നത്. അത്രയ്ക്ക്
ഗൗരവമുള്ളതായിട്ടാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ആ മഹാത്മാവായ ധ്രുവൻ വൈശ്രവണൻ പോകാൻ നേരത്ത് പറഞ്ഞു പ്രസന്നനായിട്ട്, എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ നിന്നിൽ പ്രസന്നനായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വേഗം പറയുകയാണ്, ത്വദ്ഭക്തിമേവ സുദൃഢാം അവൃണോൻ മഹാത്മാ എന്ന് പറയാണ്. ആവൃണോത് എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടു. എന്താണ് ആവശ്യപ്പെട്ടത്? ത്വദ്ഭക്തി, ഭഗവാനെ അങ്ങയുടെ ഭക്തി, അങ്ങയിൽ അചഞ്ചലമായ ഭക്തി മാത്രം മതിയെന്ന് ആ വൈശ്രവണനോട് ധ്രുവകുമാരൻ ആവശ്യപ്പെട്ടു. എനിക്കൊന്നും വരം വേണ്ട, എനിക്ക് ഈ ഗുരുവായൂരപ്പനിലുള്ള അചഞ്ചല ഭക്തി, അതായത് ഭഗവാൻ വിഷ്ണുവിലുള്ള അചഞ്ചലമായ ഭക്തി ഒന്ന് മാത്രം വരമായി എനിക്ക് തന്നാൽ മതിയെന്ന് ഈ ധ്രുവകുമാരൻ വൈശ്രവണനോട് പറഞ്ഞു എന്ന് മേൽപ്പത്തൂർ പറയുകയാണ്. ഇനി നമുക്ക് ഒന്നുകൂടെ ശ്ലോകം നോക്കാം. യക്ഷേണ ദേവ നിഹതേ പുനരുത്തമേസ്മിൻ യക്ഷൈസയുദ്ധനിരതോ വിരതോ മനൂക്ത്യ ശാന്ത്യാ പ്രസന്നഹൃദയാദ് ധനദാദുപേതാദ് സ്ത്വദ്ഭക്തിമേവ സുദൃഢാം അവൃണോൻ മഹാത്മാ. ഇവിടെ ഇനി 10ാമത്തെ ശ്ലോകവും കൂടെ നോക്കാം. അന്തേ ഭവത് പുരുഷനീത വിമാനയാതോ മാത്രാ സമം ധ്രുവപദേ മുദിതോയമാസ്തേ ഏവം സ്വഭൃത്യ ജനപാലനലോലധീസ്ത്വം വാതാലയാധിപ നിരുന്ധി മമാമയൗഘാൻ. അന്തേ ഭവത് പുരുഷനീത വിമാനയാതോ മാത്രാ സമം ധ്രുവപദേ മുദിതോയമാസ്തേ ഏവം സ്വഭൃത്യ ജനപാലനലോലധീസ്ത്വം വാതാലയാധിപ നിരുന്ധി മമാമയൗഘാൻ. ഭവത് പുരുഷനീത വിമാനയാതഃ അന്തേ അയം. മാത്ര സമയം എന്നാണ് ഈ ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്നത്, അത് തെറ്റാണ്. മാത്ര സമം എന്ന് പറഞ്ഞാൽ മാതാവിനോട് കൂടി എന്നുള്ള അർത്ഥം വരുന്നു. മാത്ര സമം ധ്രുവപദേ മുദിതഃ ആസ്ഥേ വാതാലയാധിപ ഏവം സ്വഭൃത്യജനപാലന ലോലധീഹി ത്വം മമ ആമയൗഘാൻ നിരുന്ധി. ഇവിടെ ഐഹിക ജീവിതത്തിൻ്റെ അവസാനകാലം വന്നപ്പോൾ അതാണ് അന്തേ എന്നുദ്ദേശിച്ചിരിക്കുന്നത്. തൻ്റെ ഈ ലോകത്തിലുള്ള ആ ജീവിതകാലം, ആ ജീവിതം അവസാനിച്ചപ്പോൾ ഈ ധ്രുവൻ ഭവത് പുരുഷനീത വിമാനയാതോ, ഭവത് പുരുഷൻ എന്ന് പറഞ്ഞാൽ ആ അങ്ങയുടെ പാർഷദന്മാരായിട്ടുള്ള ആ അനുചരന്മാർ വന്നിട്ട് വിമാനവും കൊണ്ടുവന്നു, കയറിപ്പോന്നാട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വിമാനത്തിൽ കയറുകയാണ്. അപ്പോഴാണ് ഓർത്തത് അമ്മയുടെ കാര്യം. അമ്മയോടുകൂടി അമ്മയെ വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല ഏതായാലും. ഇതിനിടയ്ക്ക് ഈ ഉത്തമനെ യക്ഷന്മാരെ കൊന്നു കഴിഞ്ഞപ്പോൾ ഉത്തമനെ അന്വേഷിച്ച് സുരുചി വനത്തിലേക്ക് പോയിരുന്നു. പക്ഷേ കാട്ടുതീയിലകപ്പെട്ട് ആ സുരുചിയും മരിക്കുകയാണ്. അതുകൊണ്ടാണ് ധ്രുവന് അത്രമാത്രം ദേഷ്യം വരാനും യക്ഷന്മാരോട് യുദ്ധം ചെയ്യാനും കാരണം. മറ്റ് സുനീതിയുടെ ചിറ്റമ്മയാണ്, സുനീതിയുടെ സമ്പത്നിയാണ് ധ്രുവൻ്റെ ചിറ്റമ്മയാണെങ്കിൽ പോലും സ്വന്തം അമ്മയെപ്പോലെയാണ് കരുതിയിരുന്നത്. അപ്പോൾ ആ അമ്മയും മരിച്ചു പോയതിലുള്ള ദുഃഖം കാരണമാണ് ഘോരമായ യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നത്. ഇനിയുള്ളത് സുനീതി എന്ന സ്വന്തം അമ്മ മാത്രമാണ്. അപ്പോൾ വിമാനത്തിൽ കയറി കഴിഞ്ഞ് നോക്കുകയാണ്. അപ്പോൾ ആ വിഷ്ണു പാർഷദന്മാർ പറഞ്ഞു, ആ മുൻപിലെ വിമാനത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, ഇത് ഇവിടെ ഭാഗവതത്തിൽ എഴുതിയിരിക്കുന്നതാണത്. അപ്പോൾ അതിൽ അമ്മയിരിക്കുകയാണ് ദേവന്മാരുടെ കൂടെ ഇങ്ങനെ. അതുകൊണ്ടാണ് ഇവിടെ മാത്രാസമം ധ്രുവപദേ മുദിതഃ ആസ്തേ. അങ്ങനെ അമ്മയോടുകൂടി ധ്രുവലോകത്തിൽ സന്തുഷ്ടനായി ഇരുന്നരുളുകയാണ്. ഇന്നുകൊണ്ട് നമുക്കറിയാം ആകാശത്ത് ആ ധ്രുവ നക്ഷത്രമാണ്, ഈ ധ്രുവനാണ് ആ ധ്രുവ നക്ഷത്രമായിട്ട് അവിടെ അങ്ങനെ തിളങ്ങി നിൽക്കുന്നത്. അന്തേ ഭവത് പുരുഷനീത വിമാനയാതോ, അങ്ങനെ ആ ഭഗവാന്റെ പാർഷദന്മാർ കൊണ്ടുവന്ന വിമാനത്തിൽ കയറി മാത്രാസമം ധ്രുവപദേ മുദിതോയമാസ്തേ, ആ മുദിതഃ ആസ്തേ അമ്മയോടുകൂടി ധ്രുവലോകത്തിൽ സന്തുഷ്ടനായി ഇരുന്നരുളുകയാണ്. വാതാലയാധിപ, അല്ലയോ ഗുരുവായൂരപ്പ, ഭഗവാനെ കൃഷ്ണ, ഏവം സ്വഭൃത്യ ജനപാലനലോലധീത്വം, ഇപ്രകാരം തൻ്റെ ഭക്തജനങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഉള്ളാല സന്തുഷ്ടനായ അത്യന്ത തൽപരനായിരിക്കുന്ന അവിടുന്ന് എന്നെയും എൻ്റെ രോഗങ്ങളെയും, അതായത് എൻ്റെ എല്ലാ രോഗങ്ങളെയും മമ ആമയൗഘാൻ നിരുന്ധി, എൻ്റെ എല്ലാ രോഗങ്ങളെയും തീർത്തു തരണമേ ഭഗവാനെ. നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ആ മേൽപ്പത്തൂരിൻ്റെ വാതരോഗത്തെ ശമിപ്പിച്ചതുപോലെ നമ്മുടെ രോഗങ്ങളെ
എല്ലാം ശമിപ്പിച്ച് സൗഖ്യത്തെ പ്രദാനം ചെയ്യണമേ. കൃഷ്ണ ഗുരുവായൂരപ്പ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. അന്തേ ഭവത്പുരുഷനീതവിമാനയാതോ മാത്രാ സമം ധ്രുവപദേ മുദിതോയമാസ്തേ. ഏവം സ്വഭൃത്യജനപാലനലോലധീസ്ത്വം വാതാലയാധിപനിരുന്ധി മമാമയൗഘാൻ. ഹരേ കൃഷ്ണ. പാഹി മാം പാഹി. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഭഗവാന്റെ അനുഗ്രഹത്താൽ നല്ല ഒരു ദിവസമായിരിക്കട്ടെ. ഇന്ന് സന്തോഷവും സമാധാനവും നിറഞ്ഞു വിളങ്ങട്ടെ.